عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്നത്തെ ഹദീസ് ഫളലുസ് സുനൻ അർ-റാതിബ മഅൽ ഫറായിൽ വബയാനി അഖല്ലിഹ വഅക്മലിഹ വമാ ബൈനഹുമ. ഫർള് നിസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു, ജമാഅത്തായ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഒക്കെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു, ആണുങ്ങൾക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അതിനോട് ചേർത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഫളലുസ് സുനനി റാത്തിബ, റവാത്തിബ് സുന്നത്തുകൾ മഅൽ ഫറായിൽ, ഫർള് നിസ്കാരങ്ങളോട് കൂടെ അതിന്റെ ശ്രേഷ്ഠത, വബയാനി അഖല്ലിഹ വഅക്മലിഹ വമാ ബൈനഹുമ, അതിലെ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്, ഏറ്റവും പൂർണ്ണമായത് എത്രയാണ്, അതിന്റെ ഇടയിൽ എത്രയാണ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ കുറെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ആവർത്തിച്ചു വരുന്ന നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങളെങ്കിലും നമ്മൾ പതിവാക്കണം. മുഅക്കദായ സുന്നത്ത് നിസ്കാരം, ഏറ്റവും മുഅക്കദായത് എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായ അഭിപ്രായപ്രകാരം സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം, ളുഹറിന്റെ ശേഷം 2 റക്അത്ത് നിസ്കാരം, മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് നിസ്കാരം, ഇശാഇന്റെ ശേഷം 2 റക്അത്ത് നിസ്കാരം, ഇങ്ങനെ 10 റക്അത്ത് നിസ്കാരങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായതായിട്ട് മുഅക്കദായ സുന്നത്ത് എന്ന് പറയുന്നത്. മുഅക്കദ് 12 ആണ് എന്ന അഭിപ്രായമുണ്ട്. ആ പറയുന്ന ആളുകൾ ളുഹറിന്റെ തൊട്ട് മുമ്പ് 2 എന്നതിന് പകരം 4 റക്അത്ത്. ഇപ്പൊ സുബഹിയുടെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത്, ഒരു അഭിപ്രായ പ്രകാരം 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്. ഇങ്ങനെ ഈ 10-12 റക്അത്തെങ്കിലും ജീവിതത്തിൽ എങ്ങനെയായാലും നിർബന്ധമായും പതിവാക്കുക എന്ന് പറഞ്ഞാൽ ഫർള് എന്നുള്ള നിലക്കല്ല, ഫർളിനോട് ചേർന്ന് നിന്ന് അത് പതിവാക്കണം. ഇന്നലത്തെ അവസാനത്തെ ഹദീസ് പറഞ്ഞത് ഫർളുകൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കുന്നതാണ് സുന്നത്തായ നിസ്കാരങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫർള് നിസ്കാരത്തോളം അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ സുന്നത്ത് നിസ്കാരത്തെ കാണണം. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം മുഅക്കദ് എന്ന് പറയുന്ന അതാണ്. പിന്നെ നമ്മൾ ഇന്ന് പറയുന്ന ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചു പോകുക എന്നുള്ളതാണ്. അഥവാ അക്മലായ അതിന്റെ രൂപമുണ്ട് ഒരുപാട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പല എണ്ണം 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അസറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ളുഹറിന്റെ മുമ്പും ശേഷം 4 വീതം നിസ്കരിച്ചിട്ടുണ്ട്, മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇശാഇന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സമയത്തായിട്ട് ഒരുപാട് നിസ്കാരങ്ങൾ റവാത്തിബ് സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ വന്ന ഹദീസുകൾ, ഈ ഹദീസുകളൊക്കെ പരിഗണിച്ച് ഹദീസുകളിൽ നിന്നൊക്കെ മനനം ചെയ്തിട്ടാണ് മുഅക്കദ് ഇത്ര എന്ന്, അല്ലാത്തത് ഇത്ര എന്ന്, അക്മലായ രൂപം, അഖല്ലായ രൂപം, അതിന്റെ മാബൈനഹുമയുടെ ഇടയിലുള്ള രൂപം എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അത് പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഹദീസുകൾ നമ്മൾ കാണാം. അതാണ് ഇതിന്റെ ഉദ്ദേശം. ഉമ്മുൽ മുഅ്മിനീന ഉമ്മു ഹബീബ റംലത്ത് ബിൻത് അബി സുഫിയാൻ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മു ഹബീബ. ഉമ്മു ഹബീബ എന്ന് പറഞ്ഞാൽ റംല എന്നാണ് പേര്. അബൂ സുഫിയാന്റെ മകൾ റംലയാണ് റളിയല്ലാഹു അൻഹ. ഖാലത്ത് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായ അടിമയും, യുസല്ലി ലില്ലാഹി തആല, അല്ലാഹുവിനു വേണ്ടി അയാൾ നിസ്കരിക്കുന്നു, കുല്ല യൗമിൻ, എല്ലാ ദിവസവും, 12 റക്അത്തൻ, 12 റക്അത്ത്, തതവ്വുഅൻ, സുന്നത്ത് എന്നുള്ള രീതിയിൽ 12 റക്അത്ത് നിസ്കരിക്കുന്നു, ഗൈറൽ ഫരീള, ഫരീളത്തല്ലാതെ, ഫർളല്ലാതെ. എന്നാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാൾക്ക് അല്ലാഹു പ്രത്യേകമായ ഒരു വീട് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കും. ഔ ഇല്ല ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, റസൂലുള്ളാഹി പറഞ്ഞത് ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ അയാൾക്കൊരു വീട് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം ഫർളല്ലാത്ത വേറെ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഫർളല്ലാത്ത നിസ്കരിക്കുക എന്നതിന്, അപ്പൊ ആ നിസ്കാരത്തിന്റെ എണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. وعن ابن عمر رضي الله عنهما
ഖാല സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. എങ്ങനെ? റകഅത്തൈനി ഖബ്ല അൽ-ളുഹ്രി, ളുഹറിന്റെ മുമ്പ് 2 റകഅത്ത്, വറകഅത്തൈനി ബഅദഹ, ളുഹറിന്റെ ശേഷം 2 റകഅത്ത്, വറകഅത്തൈനി ബഅദൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തിന് ശേഷം 2 റകഅത്ത്, വറകഅത്തൈനി ബഅദൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റകഅത്ത്, വറകഅത്തൈനി ബഅദൽ ഇശാഇ, ഇശാഇന്റെ ശേഷം 2 റകഅത്ത്. അപ്പോ ശ്രേഷ്ഠമായ ഇത് ഓരോ ഹദീസുകളിലും വിവിധ എണ്ണങ്ങളൊക്കെയാണ് പല പല ഹദീസുകളിലായിട്ട് വന്നത്. ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ഹദീസിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹദീസ്, എങ്ങനെയാണ് ഹദീസിൽ നിന്ന് വിധികൾ നിർദ്ധാരണം ചെയ്യുന്നതെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നിശ്ചയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ലാ യദഉ അർബഅൻ ഖബ്ല അൽ-ളുഹ്രി, ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് ഒഴിവാക്കാറില്ലായിരുന്നു. പരമാവധി 4 റക്അത്ത് നിസ്കരിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പരമാവധി ഒഴിവാക്കാറില്ല. വറകഅത്തൈനി ഖബ്ല അൽ-ഗദാത്തി, സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്തും റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്തതാണ്. വഅൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റകഅത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, സുബ്ഹിയുടെ 2 റക്അത്ത് നിസ്കാരം അഥവാ ഫജ്റിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. സുബ്ഹിയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, അത് ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫി റിവായത്തിൻ ലഹുമാ അഹബ്ബ ഇലയ്യ മിനദ് ദുനിയ ജമിയ, ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ قال صليت مع رسول الله صلى الله عليه وسلم ركعتين قبل الظهر وركعتين بعدها, ളുഹറിന്റെ മുമ്പ് 2 റക്അത്തും ളുഹറിന്റെ ശേഷം 2 റക്അത്തും ഞാൻ നബിയുടെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കാണുകയും ഞങ്ങൾ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മി ഹബീബത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബ്ല അൽ-ളുഹ്രി, അപ്പോൾ ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചതും പറഞ്ഞു, 4 റക്അത്ത് നിസ്കരിച്ചത് പറഞ്ഞു. ആരെങ്കിലും ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കാരം ഒരാൾ സൂക്ഷിച്ചാൽ, വഅർബഇൻ ബഅദഹ, ളുഹറിന്റെ ശേഷവും 4 റക്അത്ത് സൂക്ഷിച്ചാൽ, ഹറമഹുല്ലാഹു അലന്നാർ, നരകം അല്ലാഹു അയാൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. അപ്പോൾ ളുഹറിന്റെ മുമ്പ് 4ഉം ശേഷവും 4ഉമാണ് അതിന്റെ പൂർണ്ണമായ രൂപം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കരിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമുള്ളതല്ല, 5 വക്ത് ഫർള് നിസ്കാരമല്ലാത്ത ഒന്നും നിർബന്ധമുള്ളതല്ല. പക്ഷെ അള്ളാഹുവിലേക്ക് മനുഷ്യൻ കൂടുതൽ അടുക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴാണ്. അപ്പൊ ഏതൊക്കെ എവിടൊക്കെ നിസ്കരിച്ചു എന്നുള്ളതിന്റെ ഒരു ചിത്രമാണ്. അതിന്റെ ഒരു പൂർണ്ണമായ മുഅക്കദായ രൂപം നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റഹിമല്ലാഹു ഇംറഅൻ സല്ല ഖബ്ല അൽ-അസ്രി 4 അസർ നിസ്കാരത്തിന് മുമ്പ്, അസറിന്റെ ശേഷം സുന്നത്തില്ല, സുബഹിന്റെ ശേഷവും സുന്നത്ത് നിസ്കാരമില്ല. അപ്പൊ അസറിന്റെ ശേഷം 4 റക്അത്ത് നിസ്കരിച്ച ഒരാളുടെ മേൽ അള്ളാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യട്ടെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന നുസല്ലി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നു, റക്അത്തൈനി ബഅദ ഗുറൂബി ശംസി ഖബ്ല അൽ മഗ്രിബ്, സൂര്യൻ അസ്തമിച്ചതിനു ശേഷം അഥവാ മഗ്രിബ് ബാങ്ക് കൊടുത്ത്, ഖബ്ല അൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫഖീല, അപ്പോൾ നബി തങ്ങൾ ചോദിക്കപ്പെട്ടു, അക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാഹുമ, നബി തങ്ങൾ അത് 2 നിസ്കരിച്ചിട്ടുണ്ടോ? ഖാല, അപ്പോൾ അൻസറല്ലാഹു അൻഹു പറഞ്ഞു, കാന യറാന നുസല്ലിഹിമ, നബി തങ്ങൾ ഞങ്ങളത് നിസ്കരിക്കുന്നത് കാണാറുണ്ടായിരുന്നു. ഫലം യഅ്മുറുന, ഞങ്ങളോട് അത് കൽപ്പിച്ചിട്ടില്ല, വലം യൻഹന, ഞങ്ങളോട് അത് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും അഥവാ ശ്രേഷ്ഠതകൾ മറ്റതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അപ്പൊ മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് സാധാരണ മഗ്രിബ് പെട്ടെന്ന് നിസ്കരിക്കാനാണ് പറയല്. അതുകൊണ്ട് അതിന്റെ 2 റക്അത്ത് സുന്നത്ത് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു, നബി ഞങ്ങളെ നിരോധിച്ചിട്ടില്ല, ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇപ്പൊ മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് പതിവാക്കുന്ന ആളുകളാണ്. ഇതൊക്കെ എപ്പോഴും പതിവാക്കലാണ്, ഒരു അമല് പതിവാക്കലാണ് ഏറ്റവും പതിവാക്കാൻ കഴിയുന്നത്. അതിനോട് മുഅക്കദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ അമലും നിർവഹിക്കാൻ, ഒരു പ്രാവശ്യമെങ്കിലും അമലുകൾ മുഴുവൻ എടുക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, ബാങ്ക് കൊടുത്ത് ആളുകൾക്ക് വരുന്ന ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം അവിടെ വിടുകയാണെങ്കിൽ ആളുകൾക്കൊക്കെ വരാൻ, സാധാരണ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് പല ആളുകൾക്കും ജമാഅത്ത് കിട്ടൂല. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയാൽ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കുകയും ചെയ്യാം, അല്ലാത്ത ആളുകൾക്ക് ജമാഅത്തിന് എത്താനുള്ള സമയം കിട്ടുകയും ചെയ്യും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു
قال قال رسول الله صلى الله عليه وسلم إذا صلى أحدكم الجمعة جمعة നിസ്കരിച്ചാൽ فليصلي بعدها أربعة ജുമഅന്റെ ശേഷം 4 റക്അത്ത് നിസ്കരിക്കണം. عن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم كان لا يصلي بعد الجمعة ജുമഅക്ക് ശേഷം നിസ്കരിക്കാറില്ലായിരുന്നു حتى ينصرف നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു പോയിട്ട് ഫയുസല്ലി റക്അത്തൈനി ഫീ ബൈത്തി, അങ്ങനെ വീട്ടിൽ വന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. അപ്പൊ ജുമഅയുടെ മുമ്പും ശേഷവും 2 നിസ്കരിച്ചിട്ടുണ്ട്, ജുമഅയുടെ ശേഷം 4 നിസ്കരിച്ചിട്ടുണ്ട്, ളുഹറിന്റെ മുമ്പും ശേഷവും 4 വീതം നിസ്കരിച്ചിട്ടുണ്ട്, 2 നിസ്കരിച്ചിട്ടുണ്ട്. എല്ലാ വക്തിലുള്ള നിസ്കാരങ്ങളുടെയും സുന്നത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ ഈ ഹദീസുകളെല്ലാം വെച്ചിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് മുഅക്കദായ 10 റക്അത്ത് അല്ലെങ്കിൽ 12 റക്അത്ത് അത് പതിവാക്കുക. ഏറ്റവും ചുരുങ്ങിയത് നമ്മളത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.